അഞ്ചംഗ ബെഞ്ചിലുണ്ടായിരുന്ന ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മാത്രമാണ് ഈ യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ട് വിധിന്യായം അവരുടെ അഭിപ്രായം പ്രകടിപ്പിച്ചത്. അന്ന് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര പറഞ്ഞത്, വിശ്വാസത്തെ ഭരണഘടനാപരമായ യുക്തി കൊണ്ട് അളക്കരുത്. ഈ ഭൂരിപക്ഷ വിധിയോട് വിയോജിച്ചുകൊണ്ട് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര എഴുതിയ വരികൾ ആണ് ഇത്. അത് ഇപ്പോഴും പ്രസക്തം തന്നെയല്ലേ? ഇനിയിപ്പോൾ പുതിയ ഭരണഘടനാ ബെഞ്ചിലേക്ക് 9 അംഗ ബെഞ്ചിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ എന്താകും നമ്മൾ സുപ്രീം കോടതിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്? നീലിമ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് 2018 സെപ്റ്റംബർ മാസം ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിധി പ്രസ്താവം ഭരണഘടനാ ബെഞ്ച് നടത്തുമ്പോൾ അതിൽ ഇന്ദു മൽഹോത്ര മാത്രമാണ് ഭക്തരുടെ വികാരത്തെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വിധിപ്രസ്താവം നടത്തിയത്. അതേസമയം തന്നെ നമ്മൾ ആ കേസിൽ മനസ്സിലാക്കേണ്ടത് അന്ന് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ കോടതിയിൽ എടുത്ത നിലപാട് എന്നത് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാം എന്നതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ നൽകിയൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ കൂടി അല്ലെങ്കിൽ അതിൻ്റെ പിൻബലത്തിൽ കൂടിയായിരിക്കാം ഒരുപക്ഷെ കോടതിയുടെ ഭാഗത്ത് നിന്ന് അന്ന് അത്തരം ഒരു വിധിപ്രസ്താവം വന്നത്. അതിനുശേഷം പിന്നീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണയായി പരമോന്നത കോടതി, സുപ്രീം കോടതി ഒരു വിഷയത്തിൽ നിലപാടെടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇത്തരം ഹർജികൾ, പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാറില്ല. എന്നാൽ ശബരിമലയിലേത് ഒരു അസാധാരണമായ സംഭവമാണ്. കാരണം ആ ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവിടെ യുവതീ പ്രവേശനം അസാധ്യമാണ്. അവിടുത്തെ പ്രതിഷ്ഠ നൈഷ്ഠിക ബ്രഹ്മചാരി സ്വഭാവമുള്ള പ്രതിഷ്ഠയാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഒരുപക്ഷെ കോടതി ഈ വിഷയം വീണ്ടും പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ശബരിമലയിലെ യുവതീ പ്രവേശനം പരിഗണിക്കുന്ന വേളയിൽ മറ്റു ചില വിഷയങ്ങൾ കൂടി ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വന്നേക്കാം. കാരണം നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെന്നല്ല ലോകത്ത് തന്നെ ഒരു മുസ്ലിം പള്ളിയിലും യുവതികൾക്കെന്നല്ല സ്ത്രീകൾക്ക് തന്നെ പ്രവേശനമില്ല. അപ്പോൾ അത്തരം വിഷയങ്ങൾ കൂടി ഒരുപക്ഷെ കോടതിയുടെയൊക്കെ പരിഗണനയിൽ വരാനുള്ള സാധ്യതയുണ്ട്. പാഴ്സികളുടെ ആരാധനാലയങ്ങളിൽ യുവതികൾക്കുള്ള പ്രവേശന വിലക്ക് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഡിബേറ്റുകൾക്ക് സാധ്യതയുള്ള ഒരു വലിയ വിഷയമാണ് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്നത്. അതൊരു പക്ഷേ ശബരിമലയുമായി ബന്ധപ്പെട്ട് മാത്രമാകുമോ ഈ വാദം തുടങ്ങാൻ പോകുന്നത്, അതോ ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുള്ള വിവിധ ഹർജികൾ ഒരുമിച്ച് വെച്ചുകൊണ്ടായിരിക്കുമോ വാദം തുടങ്ങുക? ഈ വിഷയങ്ങളൊക്കെ നമുക്ക് തിങ്കളാഴ്ച ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയും. തിങ്കളാഴ്ച കേസ് പരിഗണിക്കുന്ന വേളയിൽ സുപ്രീം കോടതി ഇതിലൊരു തീരുമാനം കൈക്കൊള്ളുകയും വാദം പെട്ടെന്ന് തുടങ്ങണം, അതല്ലെങ്കിൽ വീണ്ടും ഇതിനായി കാത്തിരിക്കേണ്ടി വരുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സുപ്രീം കോടതിയിൽ നിന്ന് ഒരുപക്ഷെ തിങ്കളാഴ്ച ഉണ്ടായേക്കാം. എന്തായാലും ഏറ്റവും പ്രസക്തം എന്നത് സംസ്ഥാന സർക്കാർ എന്ത് നിലപാട് കൈക്കൊള്ളുമെന്നതാണ്. കാരണം 2018 സെപ്റ്റംബർ മാസത്തിൽ ഈ ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് അനുകൂലമായി വിധി വരുമ്പോൾ അന്ന് അധികാരത്തിലിരുന്ന അതേ പിണറായി സർക്കാർ തന്നെയാണ് ഇപ്പോഴും കേരളത്തിലുള്ളത്. അതിനാൽ വീണ്ടും കേസ് സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഈ കേസിൽ വാദം ആരംഭിക്കുന്ന വേളയിൽ ഈ സർക്കാർ നിലപാട് തിരുത്തുമോ? അതായത് നൈഷ്ഠിക ബ്രഹ്മചാരി സ്വഭാവമുള്ള ഒരു ക്ഷേത്രത്തിൽ യുവതികളുടെ പ്രവേശനം വേണ്ട എന്ന ഭക്തർക്ക് അനുകൂലമായ നിലപാടിലേക്ക് എത്തുമോ, അതോ പഴയ നിലപാട് തന്നെ കോടതിയിൽ വീണ്ടും ഈ സർക്കാർ ആവർത്തിക്കുമോ? ഇതിലെല്ലാമുള്ള ഉത്തരം നമുക്ക് വളരെ വൈകാതെ തന്നെ കിട്ടും. എന്തായാലും തിങ്കളാഴ്ച സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ച് എപ്പോൾ ഇതിൽ വാദം തുടങ്ങണമെന്നത് സംബന്ധിച്ച് ഒരുപക്ഷെ അന്തിമമായ തീരുമാനം എടുത്തേക്കാം. നീലിമ, ഗൗതം പറഞ്ഞതുപോലെ ഭക്തർക്കൊപ്പമാണോ സർക്കാർ നിലകൊള്ളുന്നത്, ഇടതുമുന്നണി നിലകൊള്ളുന്നത് അത് മാത്രമല്ല എന്നറിയാം. കാരണം രൂപീകരിക്കാൻ പോകുന്ന ഭരണഘടനാ ബെഞ്ചിന്റെ 9 അംഗ ബെഞ്ചിന്റെ സ്വഭാവം എന്താണ് എന്നതുകൂടി വളരെ നിർണായകമാണ് ഈ ഘട്ടത്തിൽ. പക്ഷേ അതിൽ നിർണായകമാകാൻ പോകുന്നത് സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഗൗതം നേരത്തെ പറഞ്ഞതുപോലെ, അതായത് ഈ വിധി ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. യുവതീ പ്രവേശനം സാധ്യമാക്കിക്കൊണ്ടുള്ള, അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അവിടെയാണ് ഈ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് ഒടുവിൽ ഇത് പുനഃപരിശോധനയ്ക്കായിട്ട് ഒരു ഭരണഘടനാ ബെഞ്ചിൻ്റെ, അതും 9 അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ മുന്നിലേക്ക് വിടും എന്നൊരു തീരുമാനം എടുത്തത്. ഇപ്പോൾ 7 വർഷം കഴിയുന്നു. അവിടെ രാഷ്ട്രീയമാണ്, ഇതിൻ്റെ രാഷ്ട്രീയമാണ് ഇനി സ്വാഭാവികമായിട്ടും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ. ഒരു പക്ഷേ അജണ്ട നിശ്ചയിക്കാൻ പോകുന്നത് പോലും അതെ ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇവർക്ക് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് ഭക്തരോട്, ഭക്തർക്കൊപ്പമാണ് എന്ന് എം വി ഗോവിന്ദൻ ഈയിടെ പറയുകയുണ്ടായി. അങ്ങനെ ഭക്തർക്കൊപ്പമാണ് എന്ന ആ പറച്ചിലിൽ ആത്മാർത്ഥതയുണ്ടോ എന്നുകൂടി പരിശോധിക്കപ്പെടാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ